കൂട്ടുകാരെ, ഞാനൊരു കൊച്ചുകുട്ടിയാണ്. ഞാനൊരു കൊച്ചു കഥ പറയാം. നമ്മുടെ നബിയുടെ കാലത്ത് മക്കയിൽ ഒരു ധീരനായ മനുഷ്യനുണ്ടായിരുന്നു ട്ടോ. അയാൾ ഒരു ദിവസം അയാളുടെ വീട്ടിലിരുന്ന് ഭാര്യയോട് ഓരോ കാര്യങ്ങൾ വീമ്പിളക്കുകയായിരുന്നു. നമ്മുടെ മാണിക്യക്കല്ലായ മുത്തുനബിയെ കൊല്ലുന്നതിനെ കുറിച്ചാണ് അയാൾ പറയുന്നത്. ഇയാളുടെ പൊളുവടി സഹിക്കാൻ പറ്റാതായപ്പോൾ ഭാര്യ പറഞ്ഞു, ഹേ മനുഷ്യ, നിർത്തുന്നുണ്ട് ഈ വലിയ വർത്താനം. അത്ര മിടുക്കാണെങ്കിൽ മുഹമ്മദിനെ ഒന്ന് കൊന്നു വന്നേ. ഭാര്യയുടെ ഈ വർത്താനം കൂടി കേട്ടപ്പോൾ അയാൾക്ക് ഒന്നും കൂടി ഉഷാർ കൂടി. അയാൾ നബിയെ കൊല്ലാൻ വാളുമെടുത്ത് പുറപ്പെട്ടു. നബി തങ്ങൾ തന്റെ വീട്ടിൽ നിസ്കാരത്തിലാണ്. അപ്പോഴാണ് നമ്മുടെ കഥാനായകന്റെ കേറി വരവ്. ഒന്നേ നോക്കിയതുള്ളൂ, ഓടി വരണേ, രക്ഷിക്കണേ എന്നോർത്തലറിക്കൊണ്ട് ഓടടാ ഓട്ടം. പിന്നെ വീട്ടിൽ ചെന്നൊച്ച വീഴലായിരുന്നു. ഭാര്യ ഓടി വന്നു. എന്തു പറ്റും മനുഷ്യ? വെള്ളം വെള്ളം അയാൾ ആവശ്യപ്പെട്ടു. ഒരു കുടം വെള്ളം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. ഭാര്യ ചോദിച്ചു, മുഹമ്മദിനെ കൊന്നോ? അയാൾ പറഞ്ഞു, ഞാനായത് കൊണ്ട് ജീവനോടെ തിരിച്ചു പോന്നു. നീയായിരുന്നെങ്കിൽ അപ്പ തന്നോട് ചത്തു വീണേനെ. ഭാര്യ ചോദിച്ചു, എന്തു പറ്റും മനുഷ്യ, കാര്യം പറയൂ. അയാൾ പറഞ്ഞു, ഞാൻ മുഹമ്മദിനെ കൊല്ലാൻ നേരെ അടുക്കവേ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മുഹമ്മദിന്റെ ഇരുവശത്തും ഓരോ സിംഹങ്ങൾ കാവൽ നിൽക്കുന്നു. അവനെ തുറിച്ചു നോക്കി. എന്റെ ശരീരത്തേക്ക് ചാടാനാഞ്ഞപ്പോഴേക്കും ഞാൻ അവിടുന്ന് ഓടി തടിസലാം താക്കി. ഇത് കേട്ട ഭാര്യ പിന്നെ അയാളെ കുറെ കളിയാക്കി. ധീരൻ തല താത്തി നിന്നു. എതിർത്തൊന്നും പറഞ്ഞില്ല. കാരണം എന്തെന്നോ, നമ്മളിൽ ചില ഉപ്പമാരെ പോലെ അയാൾക്കും ഭാര്യയെ പേടിയായിരുന്നു. കൂട്ടുകാരെ, ഇനി ഞാൻ പറയട്ടെ ആരാണോ ധീരനെന്ന്? അത് അബൂജഹലല്ലാതെ മറ്റാരുമല്ല. എന്നാ നമ്മൾ വരട്ടെ. അസ്സലാമു അലൈക്കും.